ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഉള്ളൊഴുക്ക് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇത് റിലീസിന് മുമ്പ് തന്നെ ഒരുപാട് അവാർഡുകളും മികച്ച അഭിപ്രായങ്ങളൊക്കെ നേടിയിരുന്നു. അതിനുശേഷമാണ് തിയേറ്ററിലോട്ട് എത്തുക. അപ്പോൾ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ ആ ഒരു പ്രതീക്ഷ കാണുന്ന പ്രേക്ഷകരുണ്ടാവും. ഇതിൻ്റെ ഡയറക്ഷനിൽ ക്രിസ്റ്റോ ടോമിയാണ്. ക്രിസ്റ്റോ ടോമിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ജോളി എൻകറേജ് സൈനോഡ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. കാരണം ഒരു ഡോക്യുമെൻ്ററി റിയലായി നടന്നുള്ള സംഭവം ഡോക്യുമെൻ്ററി രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് ആ ഡോക്യുമെൻ്ററി തോന്നിക്കുന്ന ഒരു ഫിലിം കണ്ടുള്ള ഒരു പ്രതീതി തന്നെയായിരുന്നു. കാരണം ആ ജോളി അവിടെ ചെയ്തുള്ള കൊലപാതകം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ആ ഒരു ഭയം കാര്യങ്ങളൊക്കെ ആ ഡോക്യുമെൻ്ററി പോലും നമ്മളിലേക്ക് എത്തിയിരുന്നു, വളരെ അധികം ഡീറ്റെയിലായി തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ഡോക്യുമെൻ്ററി എടുത്ത് നമ്മൾ ഞെട്ടിച്ചൊരു വ്യക്തി ഒരു ഫിലിമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷകൾ ഏറെ തന്നെയാണ്. ആ പ്രതീക്ഷയോട് തന്നെയാണ് ഞാൻ ടീലോട്ട് കയറിയത്. തീർച്ചയായിട്ടും എനിക്ക് മികച്ച ഒരു അഭിപ്രായത്തോട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സംതൃപ്തിയോട് തന്നെയാണ് ഞാൻ വീണ്ടും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമുക്കെന്തായാലും ഉള്ളൊഴുക്കിൻ്റെ കാശ് നോക്കി കഴിഞ്ഞാൽ പാർവതി നീണ്ട ഒരുപാട് കളക്ഷൻ പാർവതി വീണ്ടും മലയാള സിനിമയിലേക്ക് പ്രവേശിക്കുന്നു ഉള്ളൊഴുക്കിലൂടെ തന്നെ. അത് മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച്. അതുപോലെ തന്നെ ഉർവശി ലീലാമ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഉർവശി ചെയ്തുള്ളത്. ഉർവശി എന്ന് പറയുമ്പോൾ ഒരു രക്തം തന്നെയാണ്. കാരണം ഉർവശി മലയാള സിനിമയിലേക്ക് നമുക്കറിയാം ഒരു മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും ഈ പ്രായത്തിൽ തിരിച്ചും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉർവശി. ഒരു രക്തം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് മികച്ച എന്ത് വിശേഷം എനിക്കറിയില്ല. അത് ഗംഭീരമായുള്ള പ്രകടനം തന്നെയാണ് ഉർവശി കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അലൻസ് സേവ്യർ, പ്രശാന്ത് മുരളി, അതുപോലെ അർജുൻ രാധാകൃഷ്ണൻ നമ്മുടെ കണ്ണൂർ സ്ക്വാഡിലെ വില്ലനായിട്ട് വന്നുള്ള വ്യക്തിയാണ്. ഇത്രയേറെ താരങ്ങളൊക്കെയാണ് ചിത്രത്തിലായിട്ട് വന്നു പോയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായ ലൊക്കേഷനായി പറഞ്ഞത് കുട്ടനാടാണ്. കുട്ടനാടിൻ്റെ അവിടുത്തെ അന്തരീക്ഷം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായ ലൊക്കേഷനായി എടുത്തിട്ടുള്ളൂ. അതിൽ കുറച്ച് ചുറ്റുപാടും കാര്യങ്ങളും അവിടുത്തെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. പ്രധാനമായിട്ടും കുട്ടനാട് തിരഞ്ഞെടുക്കാനുള്ള കാരണവും ആ റീസൺ തന്നെയായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ഒരു പ്രണയത്തിലൂടെയാണ്. പ്രണയം, വിവാഹം, രോഗം, മരണം, കണ്ടുമുട്ടൽ. തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സിങ് തന്നെയാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും കടന്നു പോകുന്നുണ്ടാവുക. കാരണം ഓരോ വ്യക്തിക്കും അനുഭവിച്ച വഴിയോടെ തന്നെയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. പ്രധാനമായിട്ടും ഈ അഞ്ജു അതുപോലെ ലീലാമ ഈ രണ്ട് വ്യക്തികളോട്, രണ്ട് സ്ത്രീകളോട് ഒരു സ്നേഹം അല്ലെങ്കിൽ അവരോടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു അമ്മായിമ്മയും ഒരു മരുമകളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ കഥ. അത് തീർച്ചയായിട്ടും അതിലൂടെ നടക്കുന്ന രോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളൊഴുക്ക് പ്രധാനമായിട്ടും പോകുന്നത്. കാരണം മനുഷ്യ ജീവിതങ്ങളുടെ ഉള്ളിലുള്ള വേദന അല്ലെങ്കിൽ വിദ്വേഷം, സങ്കടം അല്ലെങ്കിൽ സന്തോഷം കാര്യങ്ങളൊക്കെ ഉള്ളിലൂടെ ഒഴുകിപ്പോകുന്ന അല്ലെങ്കിൽ കണ്ണിലൂടെ ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ തന്നെയാണ് കാണുന്ന ഒരു പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വിജയിച്ച് തന്നെ പറയാൻ സാധിക്കും. കാരണം നമ്മളൊരു ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിലിമാണ് തോന്നുന്നത് നമുക്കുണ്ടാവും. തീർച്ചയായിട്ടും ഇതെന്തോ അങ്ങനെ തോന്നില്ല. കാരണം ഇൻ്റർവെൽ വരെയും കാണുന്ന പ്രേക്ഷകർക്ക് ഇൻ്റർവെൽ ആയത് തന്നെ അറിയില്ല. കാരണം അത് ഗംഭീരമായ ഒരു പ്രകടനം ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ നടക്കുന്ന ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും പ്രധാനമായിട്ട് സ്റ്റോറിയായിട്ട് വരുമ്പോൾ ഒരു മരണം സംഭവിക്കുന്നു. അവിടെ ആ സമയത്താണ് അവിടെ കുട്ടനാട് ഒരു വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടാവുക. അപ്പോൾ വെള്ളപ്പൊക്കം വെള്ളം താഴെ ബോഡി എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് എത്തിക്കാൻ പാടുള്ളൂ, പള്ളിയിൽ അടക്കം ചെയ്യണമെന്ന് പറയുന്നു. അതിനുശേഷമുള്ള ഒരു ഒളിച്ചോട്ടം പ്രവർത്തനം കാര്യങ്ങളൊക്കെയാണ് കടന്നു പോകുന്നത്. ഓരോ വ്യക്തിയുടെ ഒരു പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെയാണ്. കാരണം പലരും പല ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും ഇതിൽ ചിത്രം കാണുമ്പോൾ രണ്ട് വ്യക്തികൾ ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുക. കാരണം ഒന്നെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് നിൽക്കാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കാം. കാരണം രണ്ട് പേരുടെ ഭാഗത്ത് ഒരു പക്ഷേ ന്യായം ഉണ്ടാക്കാൻ പോലെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. കാരണം നമുക്ക് ലൈഫിൽ കടന്നു പോകുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു മടുപ്പ് മരവിപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇത് റിയലായിട്ട് നടന്ന ഇൻസിഡൻ്റ് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലേക്ക് റിയലായി നടന്നിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകടനം, കാരണം നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന പ്രകടനം അതി ഗംഭീരമായിട്ട് തന്നെയാണ് ഓരോ വ്യക്തിയിലും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ DOP ആണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന സുശാന്ത് ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും തീർച്ചയായിട്ടും ഒരു മാസ് BGM കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ സാധാരണ നോർമലായിട്ട് ഒരു ഇമോഷണൽ കാണിച്ച് ചെയ്യുന്ന ഒരു BGM തന്നെയാണ്. ഇൻ്റർവെൽ സമയത്തും ക്ലൈമാക്സ് സീൻസൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണണം, അല്ലെങ്കിൽ ആ സീൻസൊക്കെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ മികച്ചൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ സെറ്റ് വർക്ക് ഇതിലവർ പറയുന്നുണ്ട് ഈ ആ വീടും അതുപോലത്തെ വെള്ളപ്പൊക്കം ശരിക്കും ക്രിയേറ്റ് ചെയ്തെടുത്തെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2010 ശേഷം വീണ്ടും ചുറ്റുപാടൊക്കെ വെള്ളം കയറിയിട്ടും ആൾക്കാർ നടന്നു പോകുന്ന ഭാഗത്തും നല്ല രീതിയിൽ തന്നെ VFX ആണെങ്കിലും നല്ല ഒറിജിനാലിറ്റിയൊക്കെ ആണെങ്കിൽ പോലും അത് ഗംഭീരമായി തന്നെയാണ് ആ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മികച്ചൊരു കൈയ്യടി കൊടുക്കാം. പിന്നെ ഡയറക്ഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ വ്യക്തി ആരാണെന്നൊക്കെ. കാരണം ഡോക്യുമെൻ്റ് നമ്മൾ ഞെട്ടിച്ച വ്യക്തിയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. മികച്ചൊരു ഡയറക്ടർ തന്നെയാണ് ഉള്ളൊഴുക്ക് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഉള്ളൊഴുക്കിനെ കുറിച്ച് പറയുമ്പോൾ പ്രകടനം കൊണ്ട് തന്നെ ഒരുപാട് പാട്ടാണെങ്കിലും തുടക്കത്തിൽ തന്നെ ഒരു പാട്ടുള്ളതെന്ന് തോന്നും. അത് പാട്ടിനേക്കാൾ പ്രാധാന്യം മനുഷ്യ ജീവിതങ്ങൾക്ക് അത് തന്നെയാണ്. കാരണം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളൊക്കെയാണ് ഇതിൽ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കാരണം മരണവും അല്ലെങ്കിൽ അവസ്ഥ കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചേച്ചി ചോദിക്കണ്ടായി, ഈ രണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ടായി. കാരണം അത് വേറെ ഒന്നുമില്ല. കാരണം തീർച്ചയായിട്ടും പല വീടുകളിലും അമ്മായിയും മരുമകളൊക്കെ വഴക്കുക തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഇതിൽ അങ്ങനെയല്ല, ഒരു ഒരു അവസ്ഥ തന്നെയാണ്.
കാരണം തീർച്ചയായും ഞെട്ടിച്ച് ഉറവശി എന്ന് പറയുന്ന ഒരു പ്രകടനം തന്നെയാണ്. കാരണം ആ ബോഡിയൊക്കെ വീട്ടിലോട്ട് എത്തിക്കുമ്പോഴുള്ള ആ ഇമോഷൻ സീൻസും ഒക്കെ കാണുമ്പോൾ തീർച്ചയായും ഞെട്ടിച്ചു. കാരണം അത്രയധികം ഗംഭീരമായി തന്നെയാണ് ഉർവശി ഇതിൽ പ്രകടനം കാഴ്ചവെച്ചത്. കാരണം അവർക്കറിയാം മികച്ചൊരു നടി തന്നെയാണ് ഉർവശി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ വീണ്ട രീതിയിൽ അവർ ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. നമുക്കറിയാം നമ്മുടെ ബിന്ദു പണിക്കരും നമ്മളെ ഞെട്ടിച്ചാണ്. അതുപോലെ തന്നെ ഉർവശി വീണ്ടും മലയാളത്തിലേക്ക് വീണ്ടും വന്ന് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മികച്ച ഇമോഷണൽ ടച്ചിങ്ങോട് കൂടി തന്നെ പ്രകടനങ്ങളൊക്കെ. കാരണം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, ഒരു അമ്മ, അതുപോലെ തന്നെ ഒരു അമ്മായിയമ്മ, അവരൊരു എന്താ പറയുക തന്നെ മകൻ ഉണ്ടാവണമെന്ന് പറയുമ്പോഴുള്ള ഒരു ആഗ്രഹം അത് തീർച്ചയായിട്ടും പിന്നീട് നിരാശയിലെത്തിക്കുന്നു. ഒന്നും നേടാതെ പോയിട്ടുള്ളൊരവസ്ഥ, നിസ്സാരവസ്ഥ, എല്ലാ കാര്യങ്ങളും അവരുടെ മുഖത്ത് മിന്നി പറയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് മികച്ച പ്രകടനങ്ങളും ഞാൻ എടുത്ത് പറയാനുള്ള കാരണമായിട്ട് തോന്നുന്നു. പിന്നെ പാർവതിയെക്കുറിച്ച് പറയുമ്പോൾ നീണ്ട കാലത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് പാർവതി വീണ്ടും സജീവമായി വന്ന ചിത്രം തന്നെ ഉള്ളൊഴുക്ക്. തീർച്ചയായിട്ടും അവർ മികച്ചൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അർജുൻ രാധാകൃഷ്ണൻ മികച്ച വേറൊരു ടൈപ്പ് റോളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മികച്ച റോൾ തന്നെയാണ്. അലൻസിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം മികച്ചൊരു ഈ മരണത്തിന് ശേഷം രാത്രി പാർവതിനായിട്ടൊരു കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അത് മികച്ചൊരു സീൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രശാന്ത് മുര എടുത്ത് പറയണം. കാരണം അദ്ദേഹം കുറച്ച് സീൻസിലുള്ളെങ്കിൽ പോലും ആ രോഗം ബാധിച്ച വ്യക്തിയുടെ ഒരു ഇമോഷൻസും അല്ലെങ്കിൽ ഒരു അവസ്ഥ ഒക്കെ കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ അധികം ചെയ്തു. ബാക്കി എല്ലാ വ്യക്തികളും കാരണം ഒട്ടും തന്നെ ബോറടിപ്പിച്ചില്ല. കാരണം ഓരോ വ്യക്തിക്കും അതിൻ്റേതായ ഒരു റോൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗംഭീരമായി തന്നെ ആ പരിധിക്കുള്ളവർ നിന്ന് ചെയ്തിട്ടുണ്ട്. അത് ഈ നല്ല ചിത്രം തന്നെയാണ് ഉള്ളൊഴുക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഉള്ളൊഴുക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലൊരു വിങ്ങലോട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫ്രഷ്നസ്സോട് കൂടി കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെ ഉള്ളൊഴുക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ ഉള്ളവർക്ക് കണ്ടുള്ള വ്യക്തി നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എപ്പോഴത്തെ കാണാത്തിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിത്യം പോലെ നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്ന് പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ കാത്തിരിക്കും. ബൈ ഫ്രണ്ട്സ്.